അന്താരാഷ്ട്ര അവയവ മാഫിയയിലെ കണ്ണി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായത് ആളുകളെ ഇറാനിലെത്തിച്ച് അവയവം എടുത്ത് വൻവിലയ്ക്ക് വിൽക്കുന്ന സംഘത്തിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്നും വിവരം നൽകിയതിനെ തുടർന്ന് നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ പിടികൂടിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഈ കഴിഞ്ഞ മാസം 24-നാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകിയത്. ഇത്തരത്തിലുള്ള വിദേശികളുമായി ബന്ധപ്പെട്ടുള്ള അവയവദാനങ്ങളൊക്കെ നിരീക്ഷണത്തിൽ വെക്കണം, നോട്ടോ ID നൽകണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു എന്ന് വേണോ കരുതാൻ? ആ നിരീക്ഷണത്തിന്റെ ഭാഗമായാണോ ഇയാൾ പിടിയിലായത്? കൃഷ്ണ, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരാണ്, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരാണ് നമ്മുടെ വിമാനത്താവളങ്ങളിൽ ഇമിഗ്രേഷനിൽ പ്രധാനമായും ജോലി ചെയ്യുന്നത്. ഇവർ ഇത്തരം നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ഈ അടുത്ത കാലത്തായി. അങ്ങനെയാണ് ഈ തൃശൂർ സ്വദേശിയായ സബിത്ത് എന്ന വ്യക്തി തുടർച്ചയായി ഇത്തരം ആളുകളുമായി ഇറാനിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമൊക്കെ അവർ നിരീക്ഷിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അവർ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾ അവരോട് എല്ലാ കാര്യങ്ങളും സമ്മതിക്കുകയാണ് ചെയ്തത്. അയാൾ പറഞ്ഞതാണ് താൻ ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ അവയവങ്ങൾ കൈമാറ്റം ചെയ്യുന്ന മാഫിയയിൽപ്പെട്ടയാളാണ് എന്ന് അയാൾ സമ്മതിക്കുകയുണ്ടായി. അയാളുടെ ഒരു പ്രവർത്തന രീതി ഇങ്ങനെയാണ്: സംസ്ഥാനത്തെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെയൊക്കെ തന്നെ നിർധനരായ ആളുകളെ കണ്ടെത്തുക, അവരോട് ഈ അവയവം കൈമാറ്റം ചെയ്യുന്നതിന് പണം നൽകാം എന്ന് അവർക്ക് വാഗ്ദാനം നൽകുക, അവരെ കൊണ്ട് സമ്മതിപ്പിക്കുക. അവർക്കൊരു തുച്ഛമായ തുക ഇവിടെ വെച്ച് തന്നെ നൽകി നേരെ ഇറാനിലെത്തിക്കുന്നു. അവിടെ വെച്ച് ഓപ്പറേഷൻ നടത്തി അവയവം എടുക്കുന്നു. ശേഷം അവരെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് രീതി. പക്ഷേ ഈ എടുക്കുന്ന അവയവം ഇവിടെ ഇവർക്ക് നൽകുന്ന, ഈ പാവങ്ങൾക്ക് നൽകുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി തുകയ്ക്കാണ് അവിടെ കൈമാറുന്നതും. ഒന്നാമത്തെ കാര്യം, ഇത് നിയമവിരുദ്ധമായ നടപടിയാണ്. ഇത്തരത്തിൽ ആളുകളുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയി അവയവങ്ങൾ എടുക്കുക എന്നുള്ളത്. ഇയാൾ ഇക്കാര്യം താൻ അന്താരാഷ്ട്ര ഇത്തരത്തിലുള്ള മാഫിയയിലെ ഒരു കണ്ണിയാണ്, ഏജന്റാണ് എന്നുകൂടി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി പോലീസ് നടപടികൾ പുരോഗമിക്കുകയാണ്. വൈകാതെ തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ശ്രീകാന്ത്, ഇന്ത്യൻ നിയമം അനുസരിച്ച് വാണിജ്യ ആവശ്യത്തിനായി ഇത്തരത്തിൽ അവയവങ്ങൾ വിൽക്കാൻ പാടില്ല, അതായത് പൈസ കൊടുത്ത് അവയവങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് കൃത്യമായ നിയമമുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ വിദേശികൾ ഉൾപ്പെടുമ്പോൾ അതിൽ പാലിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ പ്രദേശങ്ങളിലുള്ളവരാണ് ഇരകളായതെന്ന് വ്യക്തമാണോ? ഇയാൾ എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ട്? ഈ പറയുന്നത് പോലെ അവയവദാനത്തിനൊക്കെ ശേഷം ആ കൊടുക്കുന്ന വ്യക്തിയുടെ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ. ഇതൊക്കെ ഈ ഇറാനിലൊക്കെ പോയി അവയവം കൊടുത്തിട്ട് തിരികെ വരുന്ന വ്യക്തികൾക്ക് ഇതൊക്കെ നടക്കുന്നുണ്ടോ? കൃഷ്ണ, ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് പ്രാഥമിക വിവരമാണ്. ഇതൊരു വലിയ നെക്സസ് ആണ്, വലിയ കണ്ണിയാണ്. ഇത് കേരളത്തിൽ തുടങ്ങി ഇറാനിൽ മാത്രമായി അവസാനിക്കും എന്ന് തോന്നുന്നില്ല. പിന്നെ അവിടെ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വലിയ കാശുള്ള ആളുകൾക്ക് പണം വാങ്ങി അവയവങ്ങൾ എത്തിച്ച് നൽകുന്ന ഒരു വലിയ മാഫിയാണിത്. ആ മാഫിയയുടെ ഈ ഏജന്റ്, അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജന്റിനെ മാത്രമാണ് നമ്മളുടെ ഏജൻസികൾക്ക് പിടികൂടാൻ സാധിച്ചത്. ഇനി ഇയാൾ പറയണം എങ്ങനെയാണ് ഈ നെക്സസ് പ്രവർത്തിച്ചിരുന്നത്, ഈ നെറ്റ്വർക്ക് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം അയാളാണ് പറയേണ്ടത്. നിലവിലിപ്പോൾ അയാൾക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തുന്ന തിരക്കിലാണ് പോലീസ് ഉള്ളത്. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിവിധ വകുപ്പുകൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കണം, കസ്റ്റഡിയിൽ വാങ്ങണം, ചോദ്യം ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായും എവിടെ നിന്നൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു, ആരൊക്കെ ഇരകളായി, നിയമം പാലിച്ചായിരുന്നു ഇത് നടന്നത്, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇയാൾ പറയേണ്ടി വരും. ഇപ്പോഴത്തേത് പ്രാഥമിക നടപടിയാണ്. ഈ അന്താരാഷ്ട്ര അവയവ മാഫിയയിലെ ഒരു കണ്ണി പിടിയിലായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. മറ്റു വിവരങ്ങൾ പിന്നാലെ എത്തും എന്ന് പ്രതീക്ഷിക്കാം. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.